എല്ലാവർക്കും നമസ്കാരം. കോട്ടയം കാർസ് ഡൽഹിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പൊ വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ ഞാൻ പറയുവാണ്, നമ്മളുടെ വണ്ടികളെല്ലാം നമ്മൾ എടുത്തു കൊടുക്കുന്നതും നമ്മൾ കാണിക്കുന്നതുമായ എല്ലാ വാഹനങ്ങളും ഉള്ളത് ഡൽഹിയിലാണ്. ഡൽഹിയിൽ നിന്നിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നതും നമ്മൾ വർക്ക് ചെയ്യുന്നതും നമ്മൾ ഡയറക്റ്റ് പർച്ചേസ് ചെയ്ത് എടുത്തു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഇന്നും നമ്മളെപ്പോഴും കൊണ്ടുവരുന്ന പോലെ ഒരു ഹൈ ക്വാളിറ്റി വണ്ടിയായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതും മോഡൽ കൂടിയ വണ്ടിയാണ്. നമുക്കിപ്പോൾ കൂടുതൽ എൻക്വയറി വരുന്നതും ഒരു 2020 ശേഷമുള്ള ഫോർച്യൂണറുകളുടെയും ക്രിസ്റ്റകളുടെയാണ്. അപ്പോൾ ഇത് 2022 മാനുഫാക്ചറിങ്, 22 രജിസ്ട്രേഷൻ, സിംഗിൾ ഓണർഷിപ്പിൽ 81,000 കിലോമീറ്റർ മാത്രം ഓടിയിരിക്കുന്ന ഒരു 4x2 ഓട്ടോമാറ്റിക് വേരിയന്റിലുള്ള ഫോർച്യൂണറാണ്. അപ്പോൾ ഈ വാഹനത്തിൽ യാതൊരു വിധത്തിലുള്ള റീപ്ലേസ്മെന്റ് വന്നിട്ടില്ല. ഫ്രണ്ട് വിൻഷീൽഡ് ഉൾപ്പെടെ എല്ലാ ഗ്ലാസുകളും ഒറിജിനലാണ്. വണ്ടിയുടെ ഡോറുകൾ, ഡിക്കി, ബോണറ്റ് എല്ലാം ഒറിജിനലാണ്. പിന്നെ ഒരു ചെറിയ പീസിൽ മാത്രം റീപെയിന്റ് വന്നിട്ടുണ്ട്. അത് നമ്മൾ വണ്ടിയുടെ വാക്ക് അറൗണ്ട് വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ പറയാം. അപ്പൊ നമുക്ക് വണ്ടിയുടെ എല്ലാ വശങ്ങളും ഒന്ന് കാണാം. ഞാൻ ഈ ഒരു സൈഡ് ഫുള്ളായിട്ട് പറയാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോക്ക് ഒത്തിരി ലെങ്ത് ആണെന്ന് ഒരു പരാതിയുണ്ട്. അപ്പൊ ഈ ഒരു ഭാഗത്ത് ഈ ഫെൻഡർ, ഈ രണ്ട് ഡോറ്, ഇതിൽ രണ്ടിലും യാതൊരു വിധത്തിലുള്ള റീപെയിന്റും വന്നിട്ടില്ല, സ്ക്രാച്ചുകളോ ഒന്നുമില്ല. പക്ഷെ ഈ ഒരു ഡോറിൽ ഇവിടെ ഒരു ചെറിയ ഡെന്റ് ഉണ്ട്. അതുപോലെ ഈ ഒരു ഫ്യൂവൽ ടാങ്ക് സൈഡ് ക്വാർട്ടർ പാനലിൽ ചെറിയ രീതിയിൽ റീപെയിന്റ് വന്നിട്ടുണ്ട്. വേറെ ഡെന്റുകളോ ഒന്നുമില്ല. ബോഡി ലൈനൊക്കെ നല്ല ക്ലിയർ ആണ്. അപ്പൊ ഇനി നമുക്ക് ഈ ഗ്ലാസുകളും എല്ലാം ഒറിജിനൽ ആണ് വരുന്നത്. അപ്പൊ ഇനി നമുക്ക് ഓരോ ഡോറ് തുറന്ന് അതിന് ഉൾവശം കാണാം. അപ്പൊ നമ്മൾ ആദ്യം ഈ ഫ്രണ്ട് ഡോർ തന്നെ നമുക്ക് കാണാം. ഈ ഭാഗത്തെ കമ്പനിയുടെ ഒറിജിനൽ പേസ്റ്റിംഗ് നമുക്ക് കാണാം. ഡോർ പാടുകളൊക്കെ അത്യാവശ്യം വൃത്തിയിലാണ് ഇരിക്കുന്നത്. പിന്നെ ഈ വണ്ടി നമ്മളൊന്ന് അത്യാവശ്യം നല്ല രീതിയിൽ പോളിഷ് ചെയ്ത് ഇന്റീരിയർ ക്ലീനിങ് ചെയ്ത് അടിപൊളിയാവും. ഈ ഭാഗത്തെയും പഞ്ചിങ് മാർക്കുകളൊക്കെ നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. താഴെ വശത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെയും കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ അടുത്ത ഡോറിലേക്ക് പോകാം. അപ്പൊ ഇനി നമ്മൾ ഈ പുറകിലത്തെ ഡോറിലേക്ക് വരുമ്പോഴത്തേന് ഈ ഒരു ഭാഗത്തെയും കമ്പനിയുടെ ഒറിജിനൽ പേസ്റ്റിംഗ് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഡോർ പാടുകളൊക്കെ വൃത്തിക്കാണ് ഇരിക്കുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെ കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. താഴെ വശത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെയും കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ പുറകു വശത്തേക്ക് പോകാം. പുറകു വശത്തേക്ക് വരുവാണെങ്കിൽ ഈ പുറകു വശങ്ങളിലൊന്നും യാതൊരു വിധത്തിലുള്ള റീപെയിന്റും വന്നിട്ടില്ല. ചെറിയ ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള സ്ക്രാച്ചുകളുണ്ട്. ഈ ടെയിൽ ലൈറ്റിലൊന്നും യാതൊരു വിധത്തിലുള്ള ഡാമേജുകൾ സംഭവിച്ചിട്ടില്ല. ഇത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ വളരെ അറിയപ്പെടുന്ന ഒരു ജേർണലിസ്റ്റിന്റെ വണ്ടിയാണ്. ലേഡി ജേർണലിസ്റ്റ് ആണ്. പിന്നെ അവരൊക്കെ അത്രയും ഹൈ പ്രൊഫൈലിലുള്ള ആളുകളായതുകൊണ്ട് അവരുടെ പേരൊന്നും നമുക്ക് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ എടുത്തു പറയാത്തത്. അപ്പൊ ഇനി നമുക്ക് ഈ ഗ്ലാസ്സിലേക്ക് വരുവാണെങ്കിൽ ഈ ഗ്ലാസ് 2022 സീരീസിലുള്ള ഗ്ലാസ് ആണ്. കമ്പനി ഒറിജിനൽ ഗ്ലാസ് ആണ്. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ ബൂട്ട് തുറന്ന് ഇതിന് ഉൾവശം ഒന്ന് കാണാം. അപ്പൊ നമ്മൾ ഡിക്കിയുടെ ഉൾവശത്തേക്ക് വരുവാണെങ്കിൽ നമുക്ക് ഈ ഒരു സൈഡിൽ ഇവിടുത്തെ ഒരു പൊടിയുടെയും ഇവിടുത്തെ ഇന്നലെ മഴയൊക്കെ ആയിരുന്നു. അപ്പൊ അതിന്റെ ഒരു ചെളിയൊക്കെ ഇതിനകത്ത് ഉണ്ടാവും. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെ കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് കാണാം. ഈ മേൽ വശത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെയും കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ, ഇവിടുത്തെ പേസ്റ്റിങ്, ഈ നട്ടുകളുടെ ഒക്കെ കണ്ടീഷൻ കാണുമ്പോൾ ഈ ഭാഗങ്ങളിലൊന്നും ഒരു വർക്കുകളും ചെയ്തിട്ടില്ല. നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഇവിടുത്തെയും കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി താഴെ വശത്ത് നമുക്ക് ഇതാ നോക്കൂ, ഇവിടുത്തെ റെസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇവിടുത്തെ പഞ്ചിങ് മാർക്കുകളൊക്കെ നമുക്ക് ക്ലീൻ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ നോർമലി ഡൽഹി വണ്ടികൾ എല്ലാം പോലെ തന്നെ ഫ്രണ്ട് ബമ്പറും ബാക്ക് ബമ്പറും റീപെയിന്റ് വന്നിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇത് ക്ലോസ് ചെയ്തിട്ട് ഇതിന്റെ അടുത്ത വശത്തേക്ക് പോകാം. ഇനി നമുക്ക് ഈ ഒരു വശം മൊത്തത്തിൽ പറഞ്ഞു പോവാം. ഈ ഒരു ഭാഗത്ത് ഒരിടത്ത് പോലും യാതൊരു വിധത്തിലുള്ള റീപെയിന്റോ ഡെന്റുകളോ സ്ക്രാച്ചുകളോ ഒന്നുമില്ല. നല്ല ക്ലീൻ കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. അപ്പൊ ഇനി നമുക്ക് ഓരോ ഡോറും തുറന്ന് അതിന്റെ ഉൾവശം ഒന്ന് കാണാം. ഡോറ് തുറന്ന് ഇതിന് ഉൾവശം ഒന്ന് കാണാം. ഇതിന് ഉൾവശത്തേക്ക് വരുമ്പോഴത്തേനും ഇവിടുത്തെ കമ്പനിയുടെ ഒറിജിനൽ പേസ്റ്റിംഗ് നമുക്ക് കാണാം. ഡോർപാടുകളൊക്കെ നല്ല ക്ലീൻ കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെ കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. താഴെ വശത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെയും കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. നമ്മൾ ഇന്റീരിയർ ഒക്കെ നല്ല രീതിയിൽ ഒന്ന് പോളിഷ് ചെയ്ത് ഇന്റീരിയർ ഡ്രൈ ക്ലീൻ ഒക്കെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഒരു ഷോറൂം പീസിലേക്ക് ഈ വണ്ടി മാറും. അപ്പൊ ഇനി നമുക്ക് ഫ്രണ്ട് ഡോർ തുറന്ന് ഉൾവശം ഒന്ന് കാണാം. അപ്പോൾ നമ്മൾ ഈ ഒരു ഡോറിന്റെ ഉൾവശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെ കമ്പനിയുടെ പഞ്ചിങ് മാർക്കുകൾ, ഇവിടുത്തെ കമ്പനിയുടെ ഒറിജിനൽ പേസ്റ്റിംഗ് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. ഡോർപാടുകളൊക്കെ വൃത്തിയുണ്ട്. ഈ സ്വിച്ചുകളിലൊന്നും യാതൊരു ഡാമേജുകളും സംഭവിച്ചിട്ടില്ല. അപ്പൊ ഇനി നമുക്ക് മേൾ വശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെ കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ കാണാം. താഴെ വശത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെയും കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഇനി ഈ ഒരു ഫെൻഡറിന്റെ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇവിടെ ഡെന്റോ സ്ക്രാച്ചോ റീപെയിന്റോ ഒന്നും വന്നിട്ടില്ല. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ ഫ്രണ്ട് വശത്തേക്ക് പോവാം. ഫ്രണ്ട് വശത്തേക്ക് വരുമ്പോഴത്തേന്
ഈ ബോണറ്റിലൊന്നും യാതൊരു വിധത്തിലുള്ള ഡെന്റുകളോ റീപെയിന്റോ ഒന്നും തന്നെ വന്നിട്ടില്ല. കുഞ്ഞു കുഞ്ഞു മൈന്യൂട്ട് ആയിട്ടുള്ള ഒന്ന് രണ്ട് ചെറിയ സ്ക്രാച്ചുകളൊക്കെ ഈ ഒരു ഭാഗത്തൊക്കെ ഉണ്ട്. അതൊക്കെ ഒരു റബ്ബിംഗ് പോളിഷിൽ പോകുന്നതാണ്. പിന്നെ ഹെഡ്ലൈറ്റിലൊന്നും യാതൊരു വിധത്തിലുള്ള ഡാമേജുകളും സംഭവിച്ചിട്ടില്ല. നല്ല ക്ലീൻ കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ ബോണറ്റ് ഒന്ന് തുറന്ന് ഇതിന് ഉൾവശം ഒന്ന് കാണാം. അപ്പൊ നമ്മൾ ബോണറ്റിന്റെ ഉൾവശത്തേക്ക് വരുമ്പോഴത്തേന് ടൊയോട്ടയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടുത്തെ പേസ്റ്റിംഗ് എല്ലാം കമ്പനി ഒറിജിനൽ പേസ്റ്റിംഗ് തന്നെയാണ് വന്നിട്ടുള്ളത്. ബോണറ്റിലൊന്നും യാതൊരു വിധമുള്ള വർക്കുകളും ചെയ്തിട്ടില്ല. പിന്നെ കുറച്ച് ചെളിയും പൊടിയൊക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെ വയറിംഗ് എല്ലാം നല്ല പ്രോപ്പർ കണ്ടീഷനിൽ തന്നെയാണ് ഇരിക്കുന്നത്. പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് വന്നപ്പോഴത്തേന് ആകെ കണ്ട ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ വിൻഷീൽഡ് വാഷറിന്റെ ലിക്വിഡ് ഒഴിക്കുന്ന ഭാഗത്തെ ക്യാപ്പ് മിസ്സിംഗ് ആണ്. അത് അവർ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഫ്രണ്ട് വശത്തേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ ക്ലിയർ ആയിട്ട് കാണാം. ഈ പഞ്ചിങ് മാർക്കുകൾ ആർക്കും ഡൗട്ട് തോന്നണ്ട. നമുക്കൊരു 2015-16 ആ വണ്ടികളിലൊക്കെ നല്ല ഡെപ്ത് ഉള്ള പഞ്ചിങ് ആണ് വരിക. ഈ ഒരു 20-ന് ശേഷമുള്ള വണ്ടികൾ, ഇപ്പോൾ പ്രത്യേകിച്ച് BS6 വണ്ടികളിൽ ഇതുപോലെ ചെറിയൊരു ഡെപ്തിലുള്ള പഞ്ചിങ് മാർക്കുകളായിരിക്കും വരിക. ബാക്കി ഓവറോൾ എഞ്ചിൻ കണ്ടീഷൻ എല്ലാം നല്ല ക്ലീൻ ആണ്. അപ്പൊ ഇനി നമുക്ക് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിന്റെ സൗണ്ട് ഒന്ന് കേൾക്കാം. നമ്മൾ ഏകദേശം ഒരു 7 കിലോമീറ്ററോളം ഓടിച്ചാണ് ഇവിടോട്ട് വന്നത്. ആക്ച്വലി ഇതൊരു റോഡ് സൈഡിൽ തന്നെ ഉള്ള ഒരു ഏരിയ ഇട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് അത്യാവശ്യം സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടാവും, ക്ഷമിക്കുക. വളരെ സൈലന്റ് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ്. വണ്ടി ഓടിക്കാൻ അതുപോലെ നല്ല സ്മൂത്ത് ആണ്. പ്രത്യേകിച്ച് ഫോർച്യൂണറിന്റെ കാര്യമൊന്നും ഞാൻ ഇതുപോലെ എടുത്തു പറയേണ്ട കാര്യമില്ല. വണ്ടി ഹെവി പെർഫോമൻസ് വണ്ടിയാണ്. ആകെ നിസ്സാര കിലോമീറ്ററുകളെ ഓടിയിട്ടുള്ളൂ. അത് റെഗുലർ സർവീസിൽ പോയിരിക്കുന്നതാണ്. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ ഇന്റീരിയറും ടയറിന്റെ ഭാഗങ്ങളും ഒന്ന് കാണാം. അപ്പൊ നമ്മൾ ഈ വാഹനത്തിന്റെ കിലോമീറ്ററിന്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് 81,391 കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത്. ഇതിന്റെ ലാസ്റ്റ് സർവീസ് ചെയ്തിരിക്കുന്നത് 2026 ഫെബ്രുവരിയിൽ 75,000-ലാണ് ലാസ്റ്റ് സർവീസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ മീറ്റർ ബോക്സിന്റെ അവിടെയൊക്കെ കണ്ടമാനം പൊടിയാണ് ഇരിക്കുന്നത്. മാത്രമല്ല ഞാൻ ഇച്ചിരി കൂടെ സൂം ചെയ്താണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ഇന്റീരിയർ ഡാഷ്ബോർഡിലൊന്നും യാതൊരു വിധത്തിലുള്ള ഡാമേജുകളും സംഭവിച്ചിട്ടില്ല. നല്ല ക്ലീൻ കണ്ടീഷനിൽ തന്നെയാണ് ഇരിക്കുന്നത്. ബാക്കി സ്റ്റിയറിംഗിന്റെ മുകളിലേക്ക് വേണമെങ്കിൽ ചെറിയ ചെറിയ 1-2 ക്രാക്കുകൾ എല്ലാ വണ്ടികളിലും വരുന്ന പോലെ തന്നെ വന്നിട്ടുണ്ട്. അപ്പൊ ഈ വാഹനത്തിന്റെ ഇന്റീരിയറിലേക്ക് വരുമ്പോഴത്തേന് അത്യാവശ്യം വൃത്തിയുണ്ട്. നമ്മൾ പിന്നെ ഒന്ന് ഡ്രൈ ക്ലീനും കാര്യങ്ങളും ഒക്കെ ചെയ്ത് എടുക്കുന്നത് നല്ലതായിരിക്കും. സെൻട്രൽ കൺസോളിലോ മീറ്റർ ഭാഗത്തോ ഒന്നും യാതൊരു വിധത്തിലുള്ള ഡാമേജുകൾ സംഭവിച്ചിട്ടില്ല. ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം എല്ലാം പ്രോപ്പർ വർക്കിംഗ് കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. സ്വിച്ചുകളിലൊന്നും ഡാമേജ് സംഭവിച്ചിട്ടില്ല. സീറ്റുകളിലേക്ക് വരുവാണെങ്കിൽ സീറ്റുകളൊക്കെ കമ്പനിയുടെ ഒറിജിനൽ ലെതർ സീറ്റുകളാണ്. ഫുള്ളി ഒരു ബ്ലാക്ക് ഫിനിഷിലാണ് വന്നിട്ടുള്ളത്. അതിലൊന്നും യാതൊരു വിധത്തിലുള്ള ഡാമേജുകളും വന്നിട്ടില്ല. നല്ല ക്ലീൻ ആണ്. 2 സൈഡും ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന സീറ്റാണ്. 2 സൈഡ് സീറ്റുകൾ നമുക്ക് വെന്റിലേറ്റഡ് സീറ്റ്സ് ആണ് വരുന്നത്. നമുക്ക് അതിന്റെ സ്വിച്ചുകളാണ് ഈ ഭാഗത്ത് കാണുന്നത്. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ പുറകെ നിര സീറ്റുകളിലേക്ക് പോകുന്നതിന് മുന്നേ റൂഫ് ഒന്ന് കാണിക്കാം. റൂഫിലേക്ക് വരുമ്പോഴത്തേനും ഒരു ശകലം ആഷ് കളർ കൂടിയ ഒരു റൂഫാണ് ഇതിൽ വരുന്നത്. അതെല്ലാം നല്ല വൃത്തിയിൽ നല്ല ക്ലീൻ കണ്ടീഷനിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. അതിലൊന്നും ചെളിയോ ഒഴുക്കോ പൊടിയോ ഒന്നുമില്ല. നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു വാഹനമാണ്. അപ്പൊ ഇനി പുറകെ നിര സീറ്റുകൾ നമുക്കൊന്ന് കാണാം. പുറകിലത്തെ നിര സീറ്റുകളിലേക്ക് വരുമ്പോൾ പുറകിലത്തെ സീറ്റുകൾ നല്ല ക്ലീൻ കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. വേറെ ഡാമേജുകളൊന്നും സംഭവിച്ചിട്ടില്ല. പിന്നെ നമ്മളൊന്ന് ഡ്രൈ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എടുക്കണം, അതേ ഉള്ളൂ. ഏറ്റവും പുറകിലത്തെ നിര സീറ്റുകളും അതേപോലെ നല്ല ക്ലീൻ കണ്ടീഷനിൽ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ ടയറിന്റെ ഭാഗത്തേക്ക് പോകാം. സ്റ്റെപ്പിനിയുടെ ഭാഗത്തേക്ക് വരുമ്പോൾ സ്റ്റെപ്പിനി അൺയൂസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പിനിയാണ് വന്നിരിക്കുന്നത്. പക്ഷെ ടയറിന്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് ടയർ ഓൾമോസ്റ്റ് 4 ടയറുകളും ഒരു 30% ഒക്കെ ഉള്ളൂ. അപ്പൊ നമ്മൾ 4 ടയറുകളും നമ്മൾ പുതിയത് എടുക്കേണ്ടതായിട്ട് വരും. ഏകദേശം തീരാറായ 4 ടയറുകളാണ് ഈ വാഹനത്തിൽ വന്നിട്ടുള്ളത്. ഫ്രണ്ടിലത്തെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഈ ബമ്പറിൻ്റെതായ ഈ ഒരു ഭാഗത്ത് 1-2 ചെറിയ ചെറിയ സ്ക്രാച്ചുകളുണ്ട്. അതുപോലെ ഈ ഒരു ഭാഗത്തും ചെറിയൊരു ക്ലിപ്പ് പൊട്ടിയ പോലെ നിൽപ്പുണ്ട്. അതൊക്കെ നോർമലി വരുന്ന ഒരു സംഭവം തന്നെയാണ്. അപ്പം വണ്ടിയുടെ ഫുൾ ആയിട്ടുള്ള വീഡിയോ എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഞാൻ വണ്ടിയുടെ ഡീറ്റെയിൽ ഒന്നും കൂടെ പറയാം. 2022 മാനുഫാക്ചറിങ്, 22 രജിസ്ട്രേഷൻ, സിംഗിൾ ഓണർഷിപ്പിൽ 81,000 കിലോമീറ്റർ, പ്രോപ്പർ കമ്പനി സർവീസ് റെക്കോർഡോടുകൂടി യാതൊരു വിധത്തിലുള്ള റീപ്ലേസ്മെന്റും വരാത്ത ഒരു കിഡിലൻ ക്വാളിറ്റിയിലുള്ള 4x2 ഓട്ടോമാറ്റിക് ഫോർച്യൂണർ ആണ്. നമ്മൾ ചെയ്യുന്ന വണ്ടികളെല്ലാം ഇതുപോലെ ക്വാളിറ്റി ഉള്ള സർവീസ് ഉള്ള ക്ലീൻ വണ്ടികൾ മാത്രമാണ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ അടിപൊളി വാഹനങ്ങൾ ഡൽഹിയിൽ നിന്നും ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യുക. നമ്മൾ
ഡയറക്റ്റ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്ത് തരുവാണ്. അതിന് നമ്മളൊരു സർവീസ് ചാർജ് മാത്രമാണ് വാങ്ങുന്നത്. അപ്പോൾ നമ്മുടെ വാഹനങ്ങളെല്ലാം നമ്മൾ പരിചയപ്പെടുത്തുന്ന എല്ലാ വാഹനങ്ങളും ഡൽഹിയിലാണുള്ളത്. നമ്മൾ ഡൽഹി ആസ്കിംഗ് റേറ്റ് ആണ് നിങ്ങളോട് പറയുക. അപ്പോൾ നമുക്ക് ഇതുപോലെ വരുന്ന എല്ലാ ഹൈ ക്വാളിറ്റി വാഹനങ്ങളുടെയും ഡീറ്റെയിൽസ് ആദ്യം പോസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ചാറ്റ് ഗ്രൂപ്പിന്റെ ഗ്രൂപ്പിലാണ്. അപ്പോൾ അതിന്റെ ലിങ്ക് നമ്മൾ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ആ ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതുപോലെ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലെ പേജ് നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ ഈ വാഹനത്തിന്റെ വിലയുടെ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ 2022 വണ്ടികൾക്ക് ചോദിക്കുന്നതിൽ ഒരു നോർമൽ റേറ്റ് ആണ് ഈ വാഹനത്തിന് ചോദിച്ചിട്ടുള്ളത്. 31,50,000 രൂപയാണ് അവർ ആസ്ക് ചെയ്യുന്നത്. അത് ഓൺ ടേബിളിൽ എന്തെങ്കിലും ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വാഹനം സ്വന്തമാക്കാനായിട്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോട്ടയം കാർസിന്റെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇതിലും കിടിലിന് ഒരു വാഹനത്തിന്റെ വിശേഷമായിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ.